ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. മരണത്തിൽ ദുരൂഹതയെന്ന് 6 മാസം മുമ്പ് മരണപ്പെട്ട വയോധികയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. താനാളൂർ പുളിക്കിയത്ത് കുഞ്ഞിപ്പാത്തുമ്മയുടെ മൃതദേഹമാണ് ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പുറത്തെടുത്തത്. ഭർത്താവ് മരണപ്പെട്ട ശേഷം മക്കളില്ലാത്ത കുഞ്ഞിപ്പാത്തുമ്മ മറ്റൊരു സഹോദരന്റെ മകനൊപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്ന് താനൂർ ഡിവൈഎസ്പി എം.വൈ. ഷാജി അറിയിച്ചു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയെ തുടർന്ന് 6 മാസം മുമ്പ് മരണപ്പെട്ട വയോധികയുടെ മൃതദേഹം കബറിടം തുറന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. താനാളൂർ ഓക്കേപ്പാറയിലെ പരേതനായ പുളിക്കിയത്ത് അഹമ്മദ് കുട്ടിയുടെ ഭാര്യ കുഞ്ഞിപ്പാത്തുമ്മയുടെ മൃതദേഹമാണ് ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പുറത്തെടുത്തത്. 2020 ഡിസംബർ 30-നാണ് 55-കാരിയായ പുളിക്കിയത്ത് കുഞ്ഞിപ്പാത്തുമ്മ മരണപ്പെട്ടത്. ഭർത്താവിന്റെ മരണശേഷം മക്കളില്ലാത്ത ഇവർക്കൊപ്പമായിരുന്നു സഹോദരനായ ബീരാൻകുട്ടിയുടെ മൂത്ത മകനും കുടുംബവും കഴിയുന്നത്. കുഞ്ഞിപ്പാത്തുമ്മയുടെ 6 സഹോദരങ്ങളിൽ 5 പേരും മരണപ്പെട്ടു. 2 സഹോദരിമാർ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളത്. മറ്റൊരു സഹോദരൻ പരേതനായ പുളിക്കിയത്തിൽ അബ്ദുൽ ഹമീദിന്റെ മകൻ സമീറാണ് മരണത്തിൽ ദുരൂഹതകൾ ഉണ്ടെന്ന് കാട്ടി താനൂർ ഡിവൈഎസ്പി മുമ്പാകെ പരാതി നൽകിയത്. കുഞ്ഞിപ്പാത്തുമ്മ താമസിച്ചിരുന്ന വീടുൾപ്പെടെയുള്ള 6 സെന്റ് സ്ഥലം നേരത്തെ തന്നെ അബ്ദുൽ ബാരിക്കും കുടുംബത്തിലും നൽകിയിരുന്നു. ബാക്കിയുള്ള സ്വത്തിൽ ഭൂരിഭാഗവും ഇവരുടെ പേരിലേക്ക് മാറ്റി രേഖകൾ തയ്യാറാക്കിയതിലും സംശയമുണ്ടെന്ന് കാണിച്ചാണ് പരാതി നൽകിയത്. ഇതേ തുടർന്നാണ് മറവു ചെയ്ത മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത്. തിരൂർ ആർ.ഡിയുടെ ഉത്തരവിനെ തുടർന്ന് തിരൂർ തഹസിൽദാർ ലാൽ ചന്ദിന്റെ സാന്നിധ്യത്തിൽ മഞ്ചേരി ജില്ലാ ആശുപത്രി ഫോറൻസിക് സർജൻ ഡോക്ടർ ആനന്ദിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത്. താനൂർ ഡിവൈഎസ്പി എം.വൈ. ഷാജിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. മലപ്പുറം സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ഷാജു കെ അബ്രഹാം, താനൂർ സി.ഐ. ജീവൻ ജോർജ്, എസ്.ഐ. ജിനേഷ്, താനാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി. അബ്ദുറസാഖ്, വാർഡ് മെമ്പർ മജീദ് തുടങ്ങിയവരും സ്ഥലത്തുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരാഴ്ചക്കകം ലഭിക്കുമെന്നും അതിനുശേഷം കേസിൽ തുടർ നടപടി ഉണ്ടാകുമെന്നും താനൂർ ഡിവൈഎസ്പി എം.വൈ. ഷാജി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇൻക്വസ്റ്റ് കഴിഞ്ഞു, പോസ്റ്റ്മോർട്ടത്തിൻ്റെ നടപടിക്രമങ്ങൾ കഴിഞ്ഞു. ഇനി അതിൻ്റെ ഫൈൻഡിങ്സ് എന്താണെന്നുള്ളത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ അവരുടെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരുമായിട്ട് ആലോചിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഒപ്പീനിയൻ ഫൈൻഡിങ്സ് ആയിട്ട് നമുക്ക് തരും. അത് കിട്ടിയതിന് ശേഷമേ നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നീങ്ങേണ്ടത് ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിലൊരു തീരുമാനത്തിലെത്തുകയുള്ളൂ. 2 ദിവസത്തിനുള്ളിൽ എത്തിച്ചു തരാമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അത് കിട്ടിയതിന് ശേഷമേ അടുത്തൊരു പ്രൊസീഡിങ്സ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുള്ളൂ. ഒരു തീരുമാനത്തിലെത്താൻ കഴിയുള്ളൂ. അത് കിട്ടിയതിന് ശേഷമേ എത്താൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇൻക്വസ്റ്റും അതിൻ്റെ പോസ്റ്റ്മോർട്ടവും അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള നടപടിക്രമങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഫലങ്ങൾ അവർ അനലൈസ് ചെയ്തതിന് ശേഷം പറയുള്ളൂ. അതിന് ശേഷമേ നമുക്കൊരു തീരുമാനത്തിലെത്താനും കഴിയുള്ളൂ. DNA പരിശോധനയും ആന്തരികാവയവങ്ങൾക്ക് വല്ല ക്ഷതവും സംഭവിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയാണ് പ്രധാനമായും പരിശോധിക്കുക.